നമസ്കാരം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോലും ചെന്ന് ഒരു പരാതി പറയാൻ പറ്റാത്ത സാഹചര്യമാണ് യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഈ കഴിഞ്ഞ 1-2 മാസമായി വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ നിന്ന് എല്ലാവർക്കും ബോധ്യമായതാണ്. പല ഭൂമികളും ഇവരുടേതാണ് എന്നുള്ള പ്രഖ്യാപനത്തിൽ, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് തന്നെ വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ പാവപ്പെട്ടവരുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന തരത്തിലേക്കുള്ള ഒരു സംവിധാനവുമായിട്ട് വഖഫ് ബോർഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കാണുമെന്നുള്ളത് കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുന്നേ തന്നെ പ്രഖ്യാപിച്ചതാണ്. ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യം, ഒരു കാരണവശാലും ആരെതിർത്താലും വഖഫ് ബോർഡ് അല്ലെങ്കിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബില്ല് അത് ഞങ്ങളിവിടെ പാസ്സാക്കും, അതിലെ പ്രധാനപ്പെട്ട കരിനിയമങ്ങൾ എടുത്ത് കാട്ടിലെറിയും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വന്ന സമയത്ത് പെട്ടെന്ന് തങ്ങളുടെ ഭൂമി അതാണ്, ഇതാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഭൂമികളിലേക്ക് തങ്ങളുടെ ലക്ഷ്യം മുന്നോട്ട് വെച്ച് പരമാവധി ഇന്ത്യ മഹാരാജ്യത്ത് അവർ നോട്ടമിട്ടിരിക്കുന്ന എല്ലാ ഭൂമികളും അവരുടേതാണെന്നുള്ള നിലപാടിലേക്ക് മുന്നോട്ട് പോയി. കേരളത്തിൽ ഇപ്പോൾ മുനമ്പത്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ സമരം കഴിഞ്ഞ ഒരു 10-45 ദിവസമായിട്ട് നിരന്തരമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അഭിപ്രായങ്ങൾ ഓരോന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസും LDFും അല്ലെങ്കിൽ UDFും LDFും സംയുക്തമായിട്ട് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു പ്രമേയം നമ്മുടെ നിയമസഭയിൽ പാസ്സാക്കി. ഞങ്ങൾ 140 MLA-മാരും വഖഫ് ബോർഡിന്റെ കൂടെയാണെന്നുള്ള ഒരു സംഭവം കണ്ടു. ഇതിനുശേഷം ശക്തമായിട്ടുള്ള പ്രതിഷേധ സമരമാണ് മുനമ്പത്ത് നടന്നത്. ഇതിനിടയിലാണ് പാർലമെന്റിൽ ഈ കേരളത്തിൽ നിന്നുള്ള ഏക MP ആയിട്ടുള്ള, അല്ലെങ്കിൽ CPM-ന്റെ ഏക MP ആയിട്ടുള്ള ആലത്തൂരിലെ മഹാൻ K. രാധാകൃഷ്ണൻ പറഞ്ഞത്, വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്നത് അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക മത സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ്. ഇങ്ങനെ പറഞ്ഞു, എന്ത് കടന്നുകയറ്റമാണ്, ഏത് തരത്തിലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളത് കൂടി ഒന്ന് പറഞ്ഞ് വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങളൊക്കെ എന്ത് ചെയ്യണം? അറബിക്കടലിലേക്ക് ചാടണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പാർലമെന്റിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട, ഇനി ആരുമായിട്ടും ഒരു ചർച്ചയുമില്ല. ഇതിന്റെ ഒരു കരട് രേഖ, ഇത് ഇങ്ങനെയൊക്കെയാണ്, ഈ ബില്ല് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്, ഇത് പറ്റുമെങ്കിൽ ഇത് ഉൾക്കൊണ്ടാൽ മതി എന്നുള്ള ഈ സംവിധാനം എടുത്ത് ഇവരുടെ കൈകളിലേക്ക് കൊടുത്ത് ഇതിന്റെ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ കരിനിയമങ്ങൾ വലിച്ചു കീറി പാർലമെന്റിൽ തന്നെ ഈ സംവിധാനം പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. കുരുക്കൾ ഇങ്ങനെ പൊട്ടി അല്ലെങ്കിൽ പൊട്ടിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ള ഒരു നിലപാട് മാത്രമേ ഇനി രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ മുന്നണിക്ക് രാജ്യവ്യാപകമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുള്ളൂ. ഒരു സ്ഥലത്ത് പോലും ഈ വഖഫ് ബോർഡ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ കണ്ണുനീര് കാണാൻ തയ്യാറാകാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കോൺഗ്രസ് അടക്കമുള്ളവർ എന്നുള്ളതിൽ തർക്കമില്ല. ഇവരുടെ നിലപാടാണ് നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ അതിശയകരമായിട്ട് കണ്ടു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും പോലും ഒരു പുല്ല് വിലയും നൽകാത്ത ഇവരാണ് ഇവിടെ വർഗീയതയെ പറ്റി പറയുന്നത്, BJP-യുടെ മോശം ഭരണമാണെന്ന് പറയുന്നത്, നരേന്ദ്രമോദി നരാധവനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അമിത്ഷാ കിരാതഭരണത്തിന്റെ മുതലാളിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരൊക്കെ കേന്ദ്ര സർക്കാരിനെ കൃത്യമായിട്ട് പറയുന്ന ഒരു താല്പര്യം, അല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് ശരിയെന്ന് നിരന്തരമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് പല മാധ്യമങ്ങളും പാവപ്പെട്ടവന്റെ കണ്ണുനീര് കാണാൻ ഇത്രയും കാലമായിട്ട് തയ്യാറാകുന്നില്ല. ഈ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നിരന്തരമായിട്ട് മുന്നോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഭൂമി വഖഫ് ബോർഡ് തിരിച്ചെടുക്കുന്ന, അല്ലെങ്കിൽ വഖഫ് ബോർഡ് തിരിച്ചെടുക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ, മുൻകാലങ്ങളിൽ ഇവരുടേതാണ് അല്ലെങ്കിൽ ഇവരുടേതാണ് എന്നുള്ള നിലപാട് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞു. ഒരിക്കലുമല്ല. ഇത് പൂർണ്ണമായിട്ടും മുനമ്പത്തുള്ള ജനങ്ങൾ പോലും പറയുന്നത് ഞങ്ങൾ പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഇതെന്ന് ഉള്ള രീതിയിൽ പറയുമ്പോഴും, ഇത് നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങിയതാണെന്നും ഞങ്ങൾക്ക് അറിയേണ്ടതില്ല, ഈ ഭൂമി ഞങ്ങളുടേതാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന നിലപാട് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിന്, അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഈ വഖഫ് ബോർഡിന്റെ ഈ കരിനിയമങ്ങൾക്കെതിരെ ഈ ഒരു ബില്ല് പാസ്സാക്കി മുന്നോട്ട് വരാനായിട്ട് ഇവർ തയ്യാറായിരിക്കും. അപ്പോൾ
നരേന്ദ്രമോദി മാത്രമാണ് തങ്ങളുടെ ഏക പ്രതീക്ഷയെന്ന് മുനമ്പത്തെ ക്രൈസ്തവ സമൂഹത്തിന്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനൊക്കെ കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. പാലക്കാട് BJP തോറ്റതോ, ചേലക്കരയിൽ BJP അവിടെയും പരാജയപ്പെട്ടതോ ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം ചിന്തിക്കുന്നത്. ഇവർ ചിന്തിക്കുന്നത് തങ്ങൾ ഇത്രയും കാലം ആർക്ക് വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ആരെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, BJPയെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ എതിർത്തുകൊണ്ടേയിരുന്നത്, ആ എതിർപ്പുകളൊക്കെ ഇന്ന് വെറുതെ ആയില്ലേ? തങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭൂമിക്കും അല്ലെങ്കിൽ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനായിട്ട് LDFും UDFും എവിടെയെന്ന് നോക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ആണ് എന്നുള്ളത് ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്കും ക്രൈസ്തവ സമൂഹത്തിനും പൂർണ്ണമായിട്ടും മനസ്സിലായതിന്റെ പേരിൽ തന്നെയാണ് ഇവർ വ്യക്തമായിട്ട് നരേന്ദ്രമോദി തന്നെയാണ്, കേന്ദ്ര സർക്കാർ തന്നെയാണ് തങ്ങളുടെ അവസാനത്തെ പ്രതീക്ഷ, ഞങ്ങൾക്ക് ആശ്വാസം നൽകാനായിട്ട് ഇനി മോദിക്കും മോദിയുടെ കൂട്ടാളികൾക്കും മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ ഇവർ പറയുന്ന മണിപ്പൂരിൽ നിങ്ങൾക്ക് കിട്ടിയതല്ലേ, മണിപ്പൂരിൽ നിങ്ങൾ അനുഭവിച്ചതല്ലേ, മണിപ്പൂർ എന്തനുഭവിച്ചു എന്നാണ് പറയുന്നത്. മണിപ്പൂര് അവിടെയുള്ള കുക്കി വിഭാഗവും അല്ലെങ്കിൽ മെയ്തി വിഭാഗവും തമ്മിൽ പരസ്പര സംഘർഷത്തിൽ ഏർപ്പെട്ടത് ഏതെങ്കിലും BJP നേതാവിന്റെ ആഹ്വാന പ്രകാരമാണോ? കുക്കി വിഭാഗത്തിൽ ക്രൈസ്തവരുണ്ടെങ്കിൽ മെയ്തി വിഭാഗത്തിലും ക്രൈസ്തവരുണ്ട്, അത് കൂടുതൽ കുക്കി വിഭാഗത്തിലാണ്. ആ വിഭാഗത്തിൽ നിന്ന് പോലും BJPക്ക് 7 MLA-മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ പോലും ഈ പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് പോലും അവർക്ക് എതിരായിട്ട് ഒരു പ്രമേയം നിയമസഭയിൽ പാസ്സാക്കുമ്പോൾ ക്രിസ്ത്യൻ സമൂഹം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് തങ്ങൾക്കുള്ള ഏക ആശ്വാസം അത് ഇന്ന് പൂർണ്ണമായിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ബില്ല് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പാർലമെന്റിൽ പാസ്സാക്കുന്നതാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നു. ഇത് രാജ്യവ്യാപകമായിട്ട് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ BJPയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പൂർണ്ണമായിട്ടും അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഇന്ത്യ മുന്നണിക്ക് സാധിക്കില്ല. അവർ കുറെ കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് മോദി സർക്കാരിനെ താഴെ വീഴ്ത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയ സമയത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴത്തെ ജനങ്ങൾ ബോധ്യപ്പെട്ടിരിക്കുന്നു ഇവർ ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് തങ്ങളുടെ മുന്നിൽ മറ്റേതാണ് മറിച്ചതാണ് എന്നുള്ള ആശയങ്ങൾ നിരന്തരമായിട്ട് മുന്നോട്ട് വെച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശയങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന രീതിയിലേക്കുള്ള നിലപാടുകൾ എടുക്കാനായിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സുണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധ്യം തന്നെയാണ്. 288 നിയമസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ 230 സീറ്റുകളും നേടിയെടുത്തുകൊണ്ട് ശക്തമായിട്ടുള്ള മുന്നേറ്റമായിട്ട് BJP മുന്നോട്ട് പോകും. അപ്പോൾ ഇതുപോലെയുള്ള നിലപാടുകൾ എടുക്കുന്ന രാജ്യത്തെ ഏതെങ്കിലും ഒരു സംവിധാനത്തെ മാത്രം പ്രീണിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ മറ്റു വിഭാഗം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സർക്കാരുകളല്ല നമ്മൾക്ക് ആവശ്യം. എല്ലാ വിഭാഗത്തെയും ഒരുപോലെ കണ്ടുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ മതേതരത്വവും ജനാധിപത്യവും ഒരുപോലെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം തന്നെയാണ് രാജ്യത്തെ ആവശ്യം. അത് ഇന്ന് പൂർണ്ണമായിട്ടും ക്രൈസ്തവ സമൂഹം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒരു സമയത്ത് മോദിക്കെതിരെ സംസാരിച്ചിരുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന് ഒരു കാര്യം ബോധ്യമായിരിക്കുകയാണ്, കൃത്യമായിരിക്കുകയാണ്. തങ്ങളുടെ യഥാർത്ഥത്തിൽ തങ്ങളുടെ എല്ലാ സംവിധാനങ്ങൾക്കും ഈ രാജ്യത്ത് സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ അത് BJPയുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തന പദ്ധതിയുടെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ BJPയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെട്ടിരിക്കണം. അതിന്റെ പേരിലാണ് പാർലമെന്റിൽ ഒരു വലിയ ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തം ഇപ്പോൾ നടന്നിരിക്കുന്നത്. പൂർണ്ണമായിട്ടും വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കുന്ന ഒരു സിറ്റുവേഷൻ എത്തിയിരിക്കുന്നു.